വെൽക്കം ടു മൈ ചാനൽ ഹയ. ഒരു ചുരിദാറിൻ്റെ ടോപ്പ് എളുപ്പത്തിൽ ഈസി ആയിട്ട് എങ്ങനെ കട്ട് ചെയ്യാമെന്നുള്ളതാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന വീഡിയോ. ഞാൻ എങ്ങനെയാണ് ചെയ്യാറുള്ളത് അതുപോലെയാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന മെഷർമെൻറ്റ്സ് ടോപ്പിൻ്റെ ലെങ്ത്ത്, അതായത് ടോപ്പിൻ്റെ മൊത്തം ലെങ്ത്ത് വരുന്നത് 45 ഇഞ്ച്, ക്രോസ് ബാക്ക് അഥവാ ഷോൾഡർ 15 ഇഞ്ച്, റൗണ്ട് ചെസ്റ്റ് 38, റൗണ്ട് ബസ്റ്റ് 42, വേസ്റ്റ് ലൈന് 14 റൗണ്ട് 36. വേസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഷേപ്പാണ് വരുന്നത്. പിന്നെ ആം ഹോൾ 18, സ്ലീവ് ലെങ്ത്ത് 18, സ്ലീവ് റൗണ്ട് 10, സ്ലീവിൻ്റെ എൻഡ് വരുന്നത് 10, പിന്നെ കുറച്ച് മേൽഭാഗം 12, 13 അങ്ങനെയാണ് വരുന്നത്. ഫ്രണ്ട് നെക്ക് 6.5 ഇഞ്ച്, ബാക്ക് നെക്ക് 4 ഇഞ്ച്, ഓപ്പൺ വരുന്നത് 24 റൗണ്ട് 46 ഇഞ്ച്. ഇതാണ് മെഷർമെൻറ്റ്. ഇനി എങ്ങനെയാണ് ഡ്രാഫ്റ്റ് ചെയ്ത് കട്ട് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ പാറ്റേൺ ഡ്രാഫ്റ്റ് ചെയ്ത് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ലൈനിങ്ങിൻ്റെ പീസ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ തുണി എങ്ങനെയാണോ ഫോൾഡ് ചെയ്യുന്നത് കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ മെറ്റീരിയൽ ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ സ്കെയിലിൽ, അതായത് ഞാൻ ഇഞ്ചസിലാണല്ലോ മെഷർമെൻറ്റ് എടുത്തിട്ടുള്ളത്, അപ്പോൾ ഈ സ്കെയിലിൽ സെൻറ്റിമീറ്റർ ആയിട്ടാണ് ഞാൻ പാറ്റേൺ ചെയ്യാൻ പോകുന്നത്. അതായത് 1 ഇഞ്ചിന് പകരം 1 സെൻറ്റിമീറ്റർ ആയിട്ടാണ്, ചെറുതായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ആദ്യം മേലെ നിന്ന് താഴേക്കായിട്ട് ഞാനൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഷോൾഡറിൻ്റെ മേലെ ആയിട്ട് തയ്യൽ തുമ്പ് വരുന്നില്ലേ, അതിനു വേണ്ടി 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത ശേഷം ഞാൻ സ്കെയിൽ വെച്ച് സ്ട്രെയിറ്റ് ലൈന് വരയുന്നുണ്ട്. ഇനി ഞാൻ ഈ ലൈനിൽ നിന്ന്, ഷോൾഡർ ലൈനിൽ നിന്ന് താഴോട്ടേക്ക് 45 ഇഞ്ച്, അതായത് ടോപ്പിൻ്റെ ഫുൾ ലെങ്ത്ത് ഞാനിങ്ങനെ താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു സ്ട്രെയിറ്റ് ലൈന് വരയുന്നുണ്ട്. ഇനി അതിൻ്റെ താഴെയായിട്ട് ടോപ്പിൻ്റെ താഴെ ഭാഗം മടക്കി അടിക്കാൻ വേണ്ടി 1 ഇഞ്ച് അധികം കൂടി ഞാൻ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. തയ്യൽ തുമ്പും കൂടി വരഞ്ഞതിന് ശേഷം അധികം വരുന്ന ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ വരുന്ന ഷോൾഡർ ലൈനിലായിട്ട് ക്രോസ് ബാക്ക് അഥവാ ഷോൾഡറിൻ്റെ വിഡ്ത്ത് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഷോൾഡറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 15 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 15 ഇഞ്ചിൻ്റെ നേരെ പകുതി 7.5 ഇഞ്ച് ഞാൻ ഈ ഷോൾഡർ ലൈന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഈ 7.5 ഇഞ്ചിൽ നിന്ന് താഴോട്ടേക്ക് ആം ഹോളിൻ്റെ ഡെപ്ത്ത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആം ഹോൾ മൊത്തത്തിൽ വരുന്നത് 18 ഇഞ്ചാണ്. അപ്പോൾ 18 ഇഞ്ചിൻ്റെ നേരെ പകുതി 9 ഇഞ്ച് ഞാൻ ഇവിടെ താഴെയായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ തുണി ഫോൾഡ് ചെയ്ത ഭാഗത്തും ആം ഹോളിൻ്റെ ഡെപ്ത്ത് 9 ഇഞ്ച് ഞാൻ ഇവിടുന്ന് ഏന്ന് താഴോട്ടേക്ക് 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ 2 പോയിൻറ്റും ഞാൻ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയുന്നുണ്ട്. ഇതാണ് റൗണ്ട് ചെസ്റ്റിൻ്റെ ലൈൻ, നമ്മുടെ ചെസ്റ്റ് ലൈന് വരുന്നത് ഇതാണ്. ഇനി ഈ ലൈനിലായിട്ട് നമ്മുടെ റൗണ്ട് ചെസ്റ്റ് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ റൗണ്ട് ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് അല്ല നമ്മൾ ഈ ലൈനിൽ അടയാളപ്പെടുത്തേണ്ടത്. റൗണ്ട് ബസ്റ്റിൻ്റെ, അതായത് നമ്മൾ ബ്രസ്റ്റിൻ്റെ ചുറ്റ് റൗണ്ടാണ് ഈ ലൈനിലായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. ഇവിടെ റൗണ്ട് ബസ്റ്റ് വരുന്നത് 42 ഇഞ്ചാണ്. അപ്പം 42 ഇഞ്ചിൻ്റെ 4/1 ഭാഗം എന്ന് പറയുമ്പോൾ 10.5 ഇഞ്ച്, 10.5 ഇഞ്ചും 1/2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് ഞാൻ 11 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഷോൾഡറിൽ നിന്ന് 1/2 ഇഞ്ച് താഴോട്ടേക്ക് ഞാൻ 1/2 ഇഞ്ച് താഴത്തി മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഷോൾഡർ കുറച്ചൊന്ന് ചെരിഞ്ഞിട്ടാണല്ലോ ഉണ്ടാവുക. 1/2 ഇഞ്ച് താഴ്ത്തി ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ആം ഹോൾ പോയിൻറ്റിൻ്റെയും ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെയും നേരെ പകുതി, അപ്പോൾ 8.5 ഇഞ്ചാണ് വരുന്നത്. 8.5 ഇഞ്ചിൻ്റെ നേരെ പകുതി 4.25 ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത ശേഷം 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് ഒരു പോയിൻ്റ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഒരു ഫ്രഞ്ച് കർവ് വെച്ചോ അല്ലെങ്കിൽ ഫ്രീ ഹാൻഡ് ആയിട്ടോ നിങ്ങൾ ഈ ചെസ്റ്റിൻ്റെ പോയിൻറ്റും ഈ 1/2 ഇഞ്ച് ഉള്ളോട്ട് മാർക്ക് ചെയ്ത പോയിൻറ്റും ഷോൾഡർ പോയിൻറ്റും ഇതുപോലെ 3ഉം ഒരുപോലെ ജോയിൻ്റ് ആവുന്ന വിധത്തിൽ ആം ഹോൾ കർവ് വരയണം. ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ആം ഹോൾ. ഇനി അടുത്തതായിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നത് വേസ്റ്റ് ലൈനാണ്. അതായത് നമ്മുടെ ഷേപ്പ് ഉണ്ടാവില്ലേ, കറക്റ്റ് ഷേപ്പ് വരുന്ന എവിടെയാണോ ആ ലൈന് ലെങ്ത്താണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ വേസ്റ്റ് ലൈൻ വരുന്നത് 14 ഇഞ്ചാണ്. എന്നിട്ട് ആ 14 ഇഞ്ച് ഞാൻ ഇതുപോലെ 2 സൈഡിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിനെയും ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയുന്നുണ്ട്. ഇനി ഈ വരുന്ന ലൈനിലായിട്ട് ഈ 14 ഇഞ്ചിൽ എത്ര ലൂസ് വരുന്നുണ്ടോ അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ 14 ഇഞ്ചിൽ ലൂസ് വരുന്നത് 36 ഇഞ്ചാണ്. അപ്പോൾ 36 ഇഞ്ചിൻ്റെ 4/1 ഭാഗം 9 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ച് ഞാൻ കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മൊത്തം 9.5 ഇഞ്ച് ഈ വേസ്റ്റ് ലൈനിലായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി അടുത്തത് ഞാൻ അടയാളപ്പെടുത്തുന്നത് സൈഡ് ഓപ്പണിൻ്റെ ലെങ്ത്താണ്. അതായത് ഷോൾഡർ ലൈനിൽ നിന്ന് താഴോട്ടേക്ക് ഓപ്പൺ വരുന്നത് 24 ഇഞ്ചാണ്. ഷോൾഡർ ലൈനിൽ നിന്ന് താഴോട്ടേക്ക് 24 ഇഞ്ച് ഞാനിത് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 2 സൈഡിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയുന്നുണ്ട്. ഇനി ഈ ഓപ്പണിൻ്റെ റൗണ്ടാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. ഈ വരുന്ന ലൈനിലായിട്ട് ഓപ്പൺ റൗണ്ട് വരുന്നത് 46 ഇഞ്ചാണ്. അപ്പം 46 ഇഞ്ചിൻ്റെ 4/1 ഭാഗം എന്ന് പറയുമ്പം 11.5 ഇഞ്ച് വരുന്നുണ്ട്. 11.5 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ച് കൂടെ കൂട്ടിച്ചേർത്താണ് ഞാൻ ഓപ്പൺ റൗണ്ട് മാർക്ക് ചെയ്യുന്നത്. ഇനി ഈ ആം ഹോൾ പോയിൻറ്റും വേസ്റ്റിൻ്റെ പോയിൻറ്റും തമ്മിൽ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ പോയിൻറ്റും ഓപ്പൺ ലൂസിൻ്റെ പോയിൻറ്റും ഇതുപോലെ ഞാൻ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് ലൂസാണ് മാർക്ക് ചെയ്യേണ്ടത്. ഞാനിവിടെ ഓപ്പൺ ലൂസ് എത്രയാണോ എടുത്തിട്ടുള്ളത് ആ സെയിം തന്നെയാണ് ഞാൻ സാധാരണ താഴെയും ലൂസ് കൊടുക്കാറുള്ളത്. ചിലർക്ക് താഴെ കുറച്ചുകൂടി വീതി വേണ്ടി വരും. അപ്പോൾ ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ കൂട്ടിയിട്ടിട്ട് ലൂസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ മേലെ 12 ഇഞ്ച് മാർക്ക് ചെയ്തുകൊണ്ട് താഴെ ഞാൻ 12 ഇഞ്ചിന് മാർക്ക് ചെയ്തതിന് ശേഷം സൈഡ് ഞാൻ ഇതുപോലെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അടുത്തതായിട്ട് മാർക്ക് ചെയ്യുന്നത് നെക്കാണ്. നെക്ക് വെടുത്താണ് ഫസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത്. നെക്ക് വെടുത്ത് എന്ന് പറയുമ്പോൾ ഞാൻ സാധാരണ എടുക്കാറുള്ളത് റൗണ്ട് ചെസ്റ്റിൻ്റെ 12/1 ഭാഗം പ്ലസ് കഴുത്തകലം എത്ര വേണോ അതിനനുസരിച്ചിട്ട് കൂട്ടിയിട്ട് കൊടുക്കും. ഇപ്പം നിങ്ങൾ കോളറൊക്കെ വെക്കുന്ന ടോപ്പാണെങ്കിൽ റൗണ്ട് ചെസ്റ്റിൻ്റെ 12/1 ഭാഗം എത്ര കിട്ടുന്നോ കറക്റ്റ് അതെന്നെ എടുത്താൽ മതിയാവും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ റൗണ്ട് നെക്കും കുറച്ച് കഴുത്ത് അകലം വേണ്ടുന്ന ടോപ്പൊക്കെ ആണെങ്കിൽ റൗണ്ട് ചെസ്റ്റ് കിട്ടുന്ന മെഷർമെൻറ്റിൽ ഒരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ നെക്കിൻ്റെ വിഡ്ത്തിനനുസരിച്ചിട്ട് കൂട്ടിയിട്ടിട്ട് നെക്ക് വെടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3.5 ഇഞ്ചാണ് കഴുത്തകലം മാർക്ക് ചെയ്യുന്നത്. കുറച്ച് താഴെയായിട്ടും ഞാനിതുപോലെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ 2 പോയിൻറ്റിനെയും ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. കഴുത്തിൻ്റെ ഇറക്കം ഈ നെക്ക് വെട്ടിൻ്റെ ലൈനിലായിട്ട് ഞാൻ കഴുത്ത് ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്ക് നെക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് നെക്ക് 6.5 ഇഞ്ചും ഈ സെയിം ലൈനായിട്ട് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മെറ്റീരിയലിൻ്റെ ഫോൾഡ് എൻഡിലായിട്ടും ഇതുപോലെ തന്നെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്ക് 4 ഇഞ്ചും ഫ്രണ്ട് നെക്ക് 6.5 ഇഞ്ചും ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ രണ്ടിനെയും ഞാനൊരു ബോക്സ് ആയി കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ നെക്ക് ഫ്രഞ്ച് കർവ് വെച്ച് റൗണ്ട് നെക്കായിട്ട് വരയുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഫ്രഞ്ച് കർവ് ഇല്ലെങ്കിൽ ഫ്രീ ഹാൻഡായിട്ടും വരഞ്ഞു കൊടുത്താൽ മതിയാവും. ഈ ബോക്സിൻ്റെ ഉള്ളിൽ കറക്റ്റ് റൗണ്ട് വരുന്ന രീതിയിലാണ് ഞാൻ റൗണ്ട് നെക്ക് വരഞ്ഞിട്ടുള്ളത്. ഇനി ലാസ്റ്റായിട്ട് ഈ ഷോൾഡർ നമ്മൾ നേരത്തെ താഴ്ത്തി വരഞ്ഞിട്ടുണ്ടല്ലോ 1/2 ഇഞ്ച്, ആ ഷോൾഡർ പോയിൻറ്റും നെക്ക് വെട്ടിൻ്റെ പോയിൻറ്റും തമ്മിൽ ഇതുപോലെ ചേച്ചിച്ച് വരഞ്ഞു കൊടുക്കണം. ചുരിദാറിൻ്റെ പാറ്റേൺ വരഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റിലാണ് ഞാൻ പാറ്റേൺ വരഞ്ഞിട്ടുള്ളത്. ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. കറക്റ്റ് പാറ്റേണിൽ മെഷർമെൻറ്റ് വരഞ്ഞതിന് ശേഷം എക്സ്ട്രാ തയ്യൽ തുമ്പ് എത്ര വേണോ അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ സൈഡിലായിട്ട് 1.5 ഇഞ്ച് സൈഡിലായിട്ട് 1.5 ഇഞ്ച് ഇതുപോലെ ഞാൻ തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഇതുപോലെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ഞാൻ ഇത് മൊത്തത്തിൽ വരഞ്ഞെടുക്കും. സോറി, എന്നോട് ഫസ്റ്റിലൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാനിപ്പോൾ ഈ ആം ഹോൾ കർവ് വരഞ്ഞിട്ടുള്ളത് ഫ്രണ്ട് ആം ഹോൾ കർവ് എങ്ങനെയാണോ കുഴിച്ച് വരയുന്നത് അതുപോലെയാണ് ഞാൻ ഇതിപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് ബാക്ക് ആം ഹോൾ കർവ് വരയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ പോയിൻറ്റിൽ നിന്ന് ഇതുപോലെ താഴേക്ക് ചെസ്റ്റ് പോയിൻറ്റിലേക്ക് ഇതുപോലെ വരഞ്ഞു കൊടുത്താൽ ബാക്ക് ആം ഹോൾ കർവ് ആവും. അപ്പോൾ ഇത് ബാക്ക് ആം ഹോൾ കർവ്, ഇപ്പുറത്തുള്ളത് ഫ്രണ്ട് ആം ഹോൾ കർവ്, ഇത് ഫ്രണ്ട് ആം ഹോൾ കർവ്. ഇനി ഈ ആം ഹോൾ കർവിൽ 1/2 ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പ് അധികം ഇട്ടിട്ട് കട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷോൾഡർ ലൈനിലും 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. നെക്ക് ലൈനിലും 1/2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് വേണ്ടത്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഞാനിതിപ്പം ഒരു സിംഗിൾ മെറ്റീരിയലിൽ തന്നെ ഫ്രണ്ടും ബാക്കും ആണ് ഞാൻ വരഞ്ഞിട്ടുള്ളത്. ആദ്യം ഞാൻ ബാക്ക് നെക്കിന് കണക്കായിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ഇതുപോലെ ഷോൾഡർ ലൈന് കട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും, ഞാൻ തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് ലൈനിൽ കൂടിയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ആം ഹോൾ കർവും ഞാൻ ബാക്ക് നെക്ക് കട്ട് ചെയ്ത പോലെ തന്നെ ബാക്കിൽ ആം ഹോൾ കർവിൽ കൂടിയാണ് ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഒരു ചുരിദാറിൻ്റെ
ബാക്കിലെ പാറ്റേൺ ആണ്, അതായത് ചുരിദാറിൻ്റെ ബാക്ക് പാറ്റേൺ ആണ് ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നെക്കും ആം ഹോളും ബാക്കിന് കണക്കായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾ ഈ പാറ്റേൺ മെയിൻ മെറ്റീരിയൽ വെച്ച് കട്ട് ചെയ്തതിന് ശേഷം, ബാക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഫ്രണ്ട് നെക്കിന് കണക്കായിട്ട് കട്ട് ചെയ്ത് കളയണം. അതുപോലെ ആം ഹോളും ഫ്രണ്ട് ആം ഹോളിന് കണക്കായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ പാറ്റേൺ വെച്ചിട്ട് മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചുരിദാറിൻ്റെ പാറ്റേൺ കട്ട് ചെയ്യാറുള്ളത്. ഇതുപോലെ ഫസ്റ്റ് ലൈനിങ് മെറ്റീരിയൽ കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ആ പാറ്റേൺ വെച്ചാണ് മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്തിട്ട് തയ്ക്കാറുള്ളത്. അപ്പോൾ എൻ്റെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്